Page number 90, people and their economic activities. The forested areas are inhabited by different tribes. They have a primitive way of life. They obtain food by hunting, gathering, and fishing. Some forested areas have been cleared by the slash and burn method to prepare land for farming. Shifting agriculture is widely practiced by the tribes. നമുക്കറിയാം ഫോറസ്റ്റഡ് ഏരിയയിൽ കൂടുതലും ട്രൈബ്സ് ആയിട്ട് താമസിക്കുക അല്ലെ. മോസ്റ്റ് ഓഫ് ദ ഫോറസ്റ്റഡ് ഏരിയ tribes were living. Then they have a primitive way of life. അപ്പൊ ട്രൈബ്സിന്റെ ലൈഫ് നമുക്കറിയാം എങ്ങനെയുള്ളതാണ്, പ്രിമിറ്റീവ് വേ ഓഫ് ലൈഫാണ്. പ്രിമിറ്റീവ് വേ ഓഫ് ലൈഫാണ് ട്രൈബ്സ് യൂസ് ചെയ്യുക. എന്താ പ്രിമിറ്റീവ് വേ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാല്, അതായത് മൃഗങ്ങളെ വേട്ടയാടുക, ഗ്യാദർ ചെയ്യുക, ഹണ്ട് ചെയ്യുക, പിന്നെ എന്താ പറയാ ഫിഷിങ്, ഇതൊക്കെ ഇങ്ങനെയുള്ള രീതിയിലൂടെ അവരുടെ ഫുഡ് കണ്ടെത്തുക. അങ്ങനെയുള്ള അതിൽ ആനന്ദം കണ്ട് അതിലൂടെ ഫുഡ് കണ്ടെത്തുന്നതിനാണ് പ്രിമിറ്റീവ് വേ എന്ന് പറയാം. ഹണ്ടിങ്, പിന്നെ അതുപോലെ ഫിഷിങ്, ഗ്യാദറിങ്, ഇതൊക്കെയാണ് അവരുടെ ജോലി. മാത്രല്ല സം ഫോറസ്റ്റഡ് ഏരിയ ഹാവ് ബീൻ ക്ലിയർഡ് ബൈ ദ സ്ലാഷ് ആൻഡ് ബേൺ. ചില ഫോറസ്റ്റ് ഏരിയ വെട്ടി കാടൊക്കെ വെട്ടിത്തെളിച്ച് കത്തിച്ച് അല്ലെ. എന്തിനു വേണ്ടി കത്തിച്ചു? മെത്തേഡ് ടു പ്രിപ്പയർ ലാൻഡ് ഫോർ ഫാമിംഗ്. കൃഷി നടത്താൻ വേണ്ടി കുറെ ഏരിയാസ് ഒക്കെ, നല്ല നല്ല ഏരിയാസ് ഒക്കെ വെട്ടിത്തെളിച്ച് തീയിട്ട് കത്തിച്ച് അവിടെ എന്ത് നടത്തി? ഫാമിങ്, കൃഷി തുടങ്ങിയിട്ടുണ്ട്. ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ ഈസ് വൈഡ്ലി പ്രാക്ടീസ്ഡ് ബൈ ദ ട്രൈബ്സ്. ട്രൈബ്സ് ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. The more advanced tribes live in small villages. They build their huts on stilts to protect themselves from the flood waters. They clear patches of the forest where women grow pineapples, bananas, yams, and manioc. The tribals are fond of turtles, eggs as well as the flesh of turtles and monkeys. എന്താ പറഞ്ഞേ, നമ്മൾ പറഞ്ഞു ട്രൈബ്സ് എന്ന് പറഞ്ഞത് കാട്ടിലാണ് താമസിക്കുക, കൂടുതലും ഫോറസ്റ്റ് ഏരിയാസിലാണ്. അവര് ഹണ്ടിങ്ങും ഗ്യാദറിങ്ങും ഫിഷിംഗ് ഒക്കെ ആയിട്ടാണ് ജീവിതം മുന്നോട്ട് പോകുക. അവരുടെ ലൈഫ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ലൈഫാണ്. അവർ അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്തു? ഇപ്പൊ കാടൊക്കെ വെട്ടിത്തെളിച്ച് അവിടെ നല്ല സ്ഥലങ്ങൾ വെട്ടി കത്തിച്ച് അവിടെ നല്ല അഗ്രികൾച്ചർ ഒക്കെ തുടങ്ങി. മാത്രല്ല അവരെന്താ എന്തൊക്കെ അതെ, ദേ ക്ലിയർ പാച്ചസ് ഓഫ് ദ ഫോറസ്റ്റ്. ഫോറസ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് അവരെന്തുണ്ടാക്കിയെന്നറിയോ? വിമൻ ഗ്രോ പൈനാപ്പിൾസ്. വിമൻ, സ്ത്രീകള് പൈനാപ്പിള്, ബനാന, യാം, മണിയൊക്കെ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ അവര് അവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. മാത്രല്ല ട്രൈബൽസിന് എന്തിനു പേടിയാ? ട്രൈബൽസ് ആർ ഫോണ്ട് ഓഫ് ടേർട്ടിൽസ്. ടേർട്ടിൽ മീൻസ് ആമ. എഗ്സ് ആസ് വെൽ ആസ് ദ ഫ്ലഷ് ഓഫ് ടേർട്ടിൽ ആൻഡ് മങ്കീസ്. മങ്കീസിനെയും അതുപോലെ ടേർട്ടിൽസിനൊക്കെ അവർക്ക് പേടിയാണ്, ഫോണ്ടാണ്. റബ്ബർ ട്രീസ് ആർ സ്കാറ്റേർഡ് ഇൻ ദ ഫോറസ്റ്റ്. They Cerungurius collect latex from the rubber trees and convert it into usable rubber cakes. The main cash crop produced are coffee, cocoa, sugarcane, and maize. In some areas, the Europeans have developed plantations. റബ്ബർ ട്രീസ്, നമുക്കറിയാം റബ്ബർ, നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ റബ്ബർ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? വെട്ടി പാലെടുത്ത് ഷീറ്റ് ഉണ്ടാക്കും അല്ലെ, ഒരൊഴിച്ച് ഷീറ്റ് ഉണ്ടാക്കും. റബ്ബർ ട്രീസ് ആർ സ്കാറ്റേർഡ് ഇൻ ദ ഫോറസ്റ്റ്. ദ സെറിങ്കൂറിയസ് കളക്ട് ലാറ്റക്സ്. എന്ത് ചെയ്യും? സെറിങ്കൂറിയസ് എന്ന് പറയുന്ന ഇവര് എന്ത് ചെയ്യും? ഇതിന്റെ ലാറ്റക്സ് കളക്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് ട്രീയിൽ നിന്ന്, ഈ റബ്ബറിൽ നിന്ന് ലാറ്റക്സ് കളക്ട് ചെയ്തിട്ട് എന്താക്കി മാറ്റും അറിയോ? റബ്ബർ കേക്ക്സ് ആക്കി മാറ്റും. അതിനെ വേറെ വേറെ സ്യൂട്ടബിൾ ആയ ഓരോ പാത്രത്തിലിട്ട് അതിനെ റബ്ബർ കേക്ക്സ് ആക്കി മാറ്റും. മാത്രല്ല അവിടെ എന്തൊക്കെ കൃഷി വേറെ നടക്കുന്നുണ്ട്? ക്യാഷ് ക്രോപ്സ് ആയ കോഫി, കൊക്കോ, ഷുഗർ കെയിൻ, മെയ്സ്, ദീസ് ആർ ഓൾസോ കൾട്ടിവേറ്റഡ് there. The settlements are small and scattered. Wood from the forest is widely used to make houses. Some families live in thatched huts which are shaped like beehives. The large apartments like houses have steep slanting roofs. These are called Maloka. അപ്പൊ എന്താ പറഞ്ഞേ? ഇവിടെ ഈ ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന വലിയ വലിയ മരങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഇവർ വീട് ഉണ്ടാക്കുക അല്ലെ. ഇപ്പൊ നമുക്കറിയാം എന്ത് ഇപ്പോഴായാലും വീട് പണിയെങ്കിലും മരങ്ങൾ വേണം. പണ്ട് കോൺക്രീറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഈ മരം ഉപയോഗിച്ചാണ് അവര് വീട് ഉണ്ടാക്കിയിരുന്നത്. Some families lived in thatched hut. ചിലവരെന്ത് ചെയ്യും? ചില ആൾക്കാര് താച്ച് ചെയ്ത, അതായത് റൂഫ് താച്ച് ചെയ്തിട്ടില്ല, മേഞ്ഞ വീടിലാണ് താമസിക്കുക. അതായത് ബീഹൈവ്സിന്റെ രൂപത്തിലുള്ള താച്ച്ഡ് ഹൗസിലാണ് ചില ആൾക്കാർ, ചില ഫാമിലീസ് താമസിച്ചിരുന്നത്. Then the large apartment like houses have steep slanting roofs.
These are called Maloka. ചില സ്ഥലത്ത് large apartments like houses have steep slanting houses യൂസ് ചെയ്തിരുന്നു. അതിന് പറയുന്ന പേരാണ് Maloka. Some of the tribal people were living in thatched houses. Some of them are steep slanting houses are known as Maloka. Got it? Next paragraph. The life of the people is slowly changing due to contact with the Europeans. A few small towns have developed along the river banks. The tribal people are migrating to these towns in search of work. ഇവരുടെ ലൈഫ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ ട്രൈബൽസിന്റെ ലൈഫും ചേഞ്ച് ആകാൻ തുടങ്ങി അല്ലെ? ട്രൈബൽ ലൈഫ് ഈസ് ചേഞ്ചിങ് ഡേ ബൈ ഡേ. മെല്ലെ മെല്ലെ അവരുടെ ലൈഫ് ചേഞ്ച് ആകാൻ തുടങ്ങി. ഡ്യൂ ടു കോണ്ടാക്ട് വിത്ത് യൂറോപ്യൻസ്. എങ്ങനെ? എന്തുകൊണ്ട് അവരുടെ ലൈഫ് ചേഞ്ച് ആകാൻ കാരണം? യൂറോപ്യന്മാരുമായുള്ള കോണ്ടാക്ട്. ഡ്യൂ ടു ദ കോണ്ടാക്ട് വിത്ത് യൂറോപ്യൻസുമായിട്ട് അവർ കോണ്ടാക്ട് നിർത്തുമ്പോൾ നമ്മുടെ ഈ റബ്ബർ തന്നെ ഇല്ലേ, നമ്മള് ഷീറ്റ് ഉണ്ടാക്കുന്ന റബ്ബർ, അത് അവർ ഓരോ മോൾഡിൽ അതിന്റെ ലാറ്റക്സ് എടുത്തിട്ട് മോൾഡിൽ ഉപയോഗിക്കും. മോൾഡിൽ വെക്കുമ്പോ അപ്പൊ പല പല തരത്തിലുള്ള ആകൃതിയിലാവൂലേ അത്. അതായത് നമ്മുടെ ഇന്നത്തെ ഷീറ്റ് പോലെ തന്നെ. Okay, then the tribal people's life is changing due to the contact with the Europeans. യൂറോപ്യൻസുമായിട്ട് അവർക്ക് കോണ്ടാക്ട് വന്നു, അവരെ മിങ്കിൾ ചെയ്യാൻ തുടങ്ങിയപ്പോ അവരുടെ ലൈഫ് ചേഞ്ച് ആകാൻ തുടങ്ങി. Then a few small towns have developed along the river banks. ചില ടൗൺസ്, small towns have developed. ചെറിയ ടൗൺസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. എവിടെ? നദീതീരങ്ങളിൽ കുഞ്ഞു കുഞ്ഞു ടൗൺസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. Tribal people are migrating to these towns in search of work. അങ്ങനെ ചെറിയ ടൗൺസ് ഒക്കെ നദീതീരങ്ങളിലെ ബാങ്ക്സ് ഓഫ് റിവറിൽ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല ഇവരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇവർക്ക് ജോലി ഇല്ലാത്തപ്പോൾ ജോലി അന്വേഷിച്ച് ഇവര് ഇങ്ങോട്ടേക്ക് താമസം മാറി. Then their life is changing. Manaus, which was developed as a rubber collecting center along the Amazon River, is now a popular port for ocean liners. Belém, with its red roofed houses, is now surrounded by groves of banana and palm trees. Today, Belém is called the port of the Amazon River. അങ്ങനെ Manaus എന്ന് പറഞ്ഞാൽ എന്താ? റബ്ബർ കളക്ടിംഗ് സെന്റർ, which was developed as a rubber collecting center along the Amazon River. ആമസോൺ നദിയുടെ തീരത്ത് ഒരു റബ്ബർ കളക്ടിംഗ് സെന്റർ, അതിന്റെ പേരാണ് Manaus. Belém, with its red roofed house, is now surrounded by groves of banana and palm trees. ഇതിനൊക്കെ ചുറ്റും എന്താ? പാം ട്രീയും ബനാന ട്രീയും ഒക്കെ അവർ കൃഷി ചെയ്തു. In the past, the Amazon River was the only waterway to link the forested areas with other places. In the last 50 years, a number of roads have been developed to connect the scattered settlements. The Trans-Amazon Highway is the most important road link. In the past, കഴിഞ്ഞ കാലങ്ങളിലെ ആമസോൺ റിവർ ആയിരുന്നു only waterway to link the forested areas with other places. മറ്റുള്ള സ്ഥലങ്ങളെ ഫോറസ്റ്റഡ് ഏരിയയുമായി കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരേ ഒരു മാർഗം ഏതായിരുന്നു? ആമസോൺ നദിയായിരുന്നു. ആമസോൺ നദിയായിരുന്നു ഇവരൊക്കെ ഹെൽപ്പ് പോയിരുന്നത്, അല്ല ഹെൽപ്പ് ആയത് ആമസോൺ റിവർ ആയിരുന്നു. Then Trans-Amazon Highway, the most important road link. ഒരു ഇമ്പോർട്ടന്റ് റോഡ് ലിങ്ക് ആണ് ഇത് ആമസോൺ ഹൈവേ, Trans-Amazon Highway. In recent years, there has been massive deforestation in the Amazon basin. The ecological balance has been disturbed. In many parts, the evergreen forests have turned into a barren landscape. എന്താ പറഞ്ഞേ? ഇവർ ഇന്ന് റീസെന്റ് ഇയേഴ്സ്, പുതിയ ഈ വർഷങ്ങളിലെ അല്ലെങ്കിൽ നൗ എ ഡേയ്സ് എന്താ സംഭവിച്ചേ? അവര് വൃക്ഷങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കാൻ തുടങ്ങി അല്ലെ? മാത്രല്ല കൂടുതൽ സ്ഥലങ്ങളും തരിശു ഭൂമിയായി, അതായത് കൃഷിയൊന്നും ചെയ്യാതെ വെറുതെ കിടക്കാം. മനസ്സിലായോ ആൻമരിയെ? പെയ്ത്തേ. ഇനി അടുത്തത് ഗംഗ ബ്രഹ്മപുത്ര ബേസിൻ. India has one of the most extensive flat and fertile plains in the world. The plains lie to the south of the Himalayas. They extend from Satluj River in the west to Brahmaputra River in the east. എന്താ പറഞ്ഞേ?
India has one of the most extensive flat and fertile plains in the world. ഇന്ത്യയിലാണ് എന്തുള്ളത്? ഫ്ലാറ്റ് ആൻഡ് ഫെർട്ടൈൽ പ്ലെയിൻസ്. ലോകത്തിലെ ഫ്ലാറ്റ് ആൻഡ് മോസ്റ്റ് എക്സ്റ്റെൻസീവ് ഫ്ലാറ്റ് ആൻഡ് ഫെർട്ടൈൽ പ്ലെയിൻസ് ഉള്ളത് ഇന്ത്യയിലാണ്. ദീസ് പ്ലെയിൻസ് ലൈ ടു ദ സൗത്ത് ഓഫ് ഹിമാലയാസ്. ഈ പ്ലെയിൻസ് എവിടെയാണ്? ഹിമാലയത്തിന്റെ സൗത്ത് ഭാഗത്ത്, തെക്ക് ഭാഗത്താണ്. They extend from Satluj to ബ്രഹ്മപുത്ര. അതായത് വെസ്റ്റ് ഭാഗത്തെ സത്ലജ് മുതൽ ഈസ്റ്റിലുള്ള ബ്രഹ്മപുത്ര റിവർ വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇത് ഈ ഗംഗ ബ്രഹ്മപുത്ര ബേസിൻ. മനസ്സിലായോ? ഇന്ത്യ ഹാസ് വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്റ്റെൻസീവ് ഫ്ലാറ്റ് ആൻഡ് ഫെർട്ടൈൽ പ്ലെയിൻസ് ഇൻ ദ വേൾഡ്. ദീസ് പ്ലെയിൻസ് ആർ ലൈ ടു ദ സൗത്ത് ഓഫ് ഹിമാലയ. ദാറ്റ് ഈസ് എക്സ്റ്റെൻഡ് ഫ്രം സത്ലജ് റിവർ ഇൻ ദ വെസ്റ്റ് ടു ബ്രഹ്മപുത്ര റിവർ ഇൻ ദ ഈസ്റ്റ്. പടിഞ്ഞാറ് ഭാഗത്തെ സത്ലജ് മുതലേ ഈസ്റ്റ് ഭാഗത്തെ ബ്രഹ്മപുത്ര വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഇത് ഗംഗ ബ്രഹ്മപുത്ര ബേസിൻ. The Ganga Brahmaputra basin includes the plains of the Ganga and Brahmaputra rivers, the Himalayas and Sundarban Delta. The Ganga Brahmaputra basin is made up of alluvium brought by the Ganga and the Brahmaputra rivers and their numerous tributaries. Ganga Brahmaputra basin includes plains of Ganga and Brahmaputra river. എന്ത് പെടുന്നു ഗംഗാ ബ്രഹ്മപുത്ര ബേസിനിലെ? പ്ലെയിൻസ് പെടുന്നത് ഗംഗയും ബ്രഹ്മപുത്ര റിവേഴ്സിലെ പ്ലെയിൻസ്. ദെൻ ഹിമാലയാസ് ആൻഡ് സുന്ദർബൻ ഡെൽറ്റ. ഹിമാലയാസ് പെടുന്നു, അതുപോലെ സുന്ദർബൻ ഡെൽറ്റയും പെടുന്നുണ്ട്. ദ ഗംഗ ഒറിജിനേറ്റ് ഫ്രം ദ ഗംഗോത്രി ഗ്ലേഷ്യർ ഇൻ ദ ഹിമാലയാസ്. ദ ഭഗീരഥി ആൻഡ് അളകനന്ദ റിവേഴ്സ് ജോയിൻ ടു ഫോം ദ ഗംഗ. എന്താ പറഞ്ഞേ? ഗംഗ ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടുന്നാണ്? ഗംഗോത്രി ഗ്ലേഷ്യർ, ഹിമാലയത്തിലുള്ള ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ? അതുപോലെ ഭഗീരഥി ആൻഡ് അളകനന്ദ ആർ അതർ ടു റിവേഴ്സ്. ദീസ് ജോയിൻ ടു ഫോം ദ ഗംഗ. ഇത് രണ്ടും കൂടെ എന്ത് ഫോം ആവുന്നു? ഗംഗയാവുന്നു. ടു ഫോം ഗംഗ. ഗംഗ enters the plain at ഹരിദ്വാർ. ഗംഗ ഹരിദ്വാറിൽ വെച്ച് പ്ലെയിനിലേക്ക് എൻ്റർ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഗംഗ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഗംഗോത്രിയിൽ നിന്നാണ്, ഹിമാലയത്തിലെ ഗംഗോത്രിയിൽ നിന്നാണ്. ഭഗീരഥിയും അളകനന്ദയും മറ്റൊരു റിവറാണ്, 2 റിവേഴ്സ് ആണ്. അത് രണ്ടും എന്ത് ചെയ്യുന്നു? രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ഗംഗ എന്ന റിവർ ഉണ്ടാകുന്നത്. ഇനി ഗംഗ ഹരിദ്വാറിൽ വെച്ചിട്ട് പ്ലെയിനിലേക്ക് എൻ്റർ ചെയ്യുന്നു, പ്രവേശിക്കുന്നു. ദ ഗംഗ ബേസിൻ സ്ട്രക്ചേഴ്സ് ഫ്രം ഡൽഹി ടു കൊൽക്കത്ത. ഗംഗ ബേസിൻ എവിടെ തൊട്ടാ? ഡൽഹി മുതൽ കൊൽക്കത്ത വരെയാണ്. It includes parts of Haryana, Uttar Pradesh, Uttarakhand, Bihar, West Bengal, Rajasthan and Madhya Pradesh. This basin covers much larger area than Brahmaputra basin. Ganga basin എന്ന് പറയുന്നത് ഡൽഹി ടു കൊൽക്കത്തയാണ് അല്ലെ? ഡൽഹി ടു കൊൽക്കത്തയാണ് ഗംഗ റിവർ ബേസിൻ. അതായത് അത് ഏതൊക്കെ പെടുന്നു? ഈ ഡൽഹി ടു കൊൽക്കത്തയിലെ ഹരിയാന, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ ആൻഡ് മധ്യപ്രദേശ്. These are included in Ganga basin. Brahmaputra basin lies in the northeastern part of India. The Brahmaputra river rises from the Chamayung-Dung glacier near Lake Manasarovar in Tibet. It is called Tsangpo in Tibet. The river enters India through Arunachal Pradesh. ബ്രഹ്മപുത്ര ബേസിൻ എവിടെയാണ്? നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ പാർട്ടിലാണ് ബ്രഹ്മപുത്ര റിവർ സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്ര റിവർ റൈസസ് ഫ്രം ചമയങ് ഗ്ലേഷ്യർ നിയർ ലേക്ക് മാനസരോവർ ഇൻ ടിബറ്റ്. ടിബറ്റിലെ മാനസരോവർ ലേക്കിനടുത്ത് അല്ലെ? അതിന് പറയുന്ന പേരാണെന്ത്? ഇറ്റ് ഈസ് കോൾഡ് സാങ്പോ ഇൻ ടിബറ്റ്. ബ്രഹ്മപുത്ര ബേസിൻ ലൈസ് ഇൻ ദ നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. Then Brahmaputra river rises from the Chamayang-Dung glacier. That is near Lake Manasarovar in Tibet. ടിബറ്റിലെ മാനസരോവറിനടുത്ത്. അതിനാണ് എന്ത് പറയാ? സാങ്പോ ഇൻ ടിബറ്റ് എന്ന് പറയും. These rivers enters India through Arunachal Pradesh. ഈ റിവർ എവിടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്നത്? എവിടെ നിന്നാണ്? അരുണാചൽ പ്രദേശിൽ എത്തുമ്പോൾ ഇത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. Ganga and Brahmaputra rivers join together before draining into Bay of Bengal. Together, these rivers form the largest and perhaps the most fertile delta in the world.
the Sundarbans. A major part of this delta is now in Bangladesh. Ganga and Brahmaputra rivers join together. Gangayum Brahmaputrayum ഒരുമിച്ച് കൂടുന്നു. എവിടെ എത്തുന്നതിന് മുമ്പേ ബേ ഓഫ് ബംഗാളിലേക്ക് പതിക്കുന്നതിന് മുമ്പ് ഗംഗയും ബ്രഹ്മപുത്രയും ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നു. And together these rivers form the largest and perhaps the most fertile delta in the world. ഇത് രണ്ടും കൂടെ കൂടിയിട്ട് എന്തുണ്ടാവുന്നു? ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഫോം ചെയ്യുന്നു. അതാണ് ഇത് സുന്ദർബൻ ഡെൽറ്റ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ. അപ്പൊ ഗംഗ ബ്രഹ്മപുത്ര റിവർ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് ചേരുന്നു ബേ ഓഫ് ബംഗാളിലേക്ക് പതിക്കുന്നതിന് മുമ്പ്. അങ്ങനെ ഒരു വലിയൊരു ഡെൽറ്റ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണിത് സുന്ദർബൻ ഡെൽറ്റ. ഈ സുന്ദർബൻ ഡെൽറ്റയുടെ മേജർ പാർട്ട് ഭൂരിഭാഗവും എവിടെയാണെന്നറിയോ? ബംഗ്ലാദേശിലാണ്. വായിച്ചു നോക്കി എത്രയും പെട്ടെന്ന്. പെട്ടെന്ന് വായിച്ചു നോക്കട്ടെ. പെട്ടെന്ന് വായിച്ചു നോക്കളെ. ഓക്കെ, വായിച്ചു നോക്കാം. എന്തെങ്കിലും സംശയം ചോദിക്കാം. അടുത്തത് ക്ലൈമറ്റിക് കണ്ടീഷൻസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തെടുക്കട്ടെ? കഴിഞ്ഞില്ല. എന്നാ പെട്ടെന്ന് വായിക്കും. കഴിഞ്ഞു. കഴിഞ്ഞില്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. Climatic conditions. The Ganga Brahmaputra basin experiences monsoon type of climate. This type of climate is characterized by hot summers, wet monsoons and cold winters. Most of the rainfall takes place during the monsoon season. The amount of rainfall decreases from east to west. The coastal areas and mountains experiences a pleasant climate, but the interiors experiences an extreme climate. Ganga Brahmaputra basinle climate എങ്ങനെയുള്ളതാണ്? മൺസൂൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ്. എന്താ മൺസൂൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ? എന്താ മൺസൂൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ്? മഴ. അതായത് വെറ്റ് മൺസൂൺസ് ആൻഡ് കോൾഡ് വിന്റേഴ്സ്. അതായത് ഹോട്ട് സമ്മേഴ്സ്, characterized by hot summers, wet monsoon and cold winters. Yes,
മോസ്റ്റ് ഓഫ് ദ റെയിൻഫോൾ ടേക്സ് പ്ലേസ് ഡ്യൂറിംഗ് ദി മൺസൂൺ. അതായത് മൺസൂൺ സമയത്താണ് കൂടുതലായിട്ട് ഇവിടെ മഴ പെയ്യുക. ഇപ്പൊ ഗംഗാ ബ്രഹ്മപുത്ര റിവർ ബേസിനിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് മൺസൂൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ്. മൺസൂൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ്. മാത്രമല്ല പിന്നെ പറയണത് റെയിൻഫോൾ, അതായത് മഴ ഏറ്റവും കൂടുതലുള്ളത് മൺസൂൺ സീസണിലാണ് ഇവിടെ. ഇതാണ് ഗംഗാ ബ്രഹ്മപുത്ര റിവർ ബേസിലെ കാലാവസ്ഥ. ഇത്രയും മാത്രം മനസ്സിലാക്കുക. ഗംഗാ ബ്രഹ്മപുത്ര ബേസിന്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് മൺസൂൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ്. നെക്സ്റ്റ് വൺ, ഫ്ലോറ ആൻഡ് ഫോണ. അതൊന്ന് വായിച്ചു നോക്കിയേ. ഫ്ലോറ ആൻഡ് ഫോണ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മക്കളെ. ഫ്ലോറ ആൻഡ് ഫോണ. വായിച്ചോ? വായിച്ചു. ഫ്ലോറ ആൻഡ് ഫോണ. The forests in the Ganga Brahmaputra basin are mostly tropical deciduous. These forests yield valuable timber, sal, teak, peepal and bamboo. ഇപ്പൊ ഗംഗാ ബ്രഹ്മപുത്ര ബേസിനിലെ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ആണ്. ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് എന്ന് പറഞ്ഞാല് അവിടെ വാല്യൂബിൾ ടിമ്പേഴ്സ് ഉണ്ടാവും. വാല്യൂബിൾ ടിമ്പർ ഏതൊക്കെയാ? സാല്, ടീക്ക്, പീപ്പല്, ബാംബു, ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ ആയ ട്രീസ്. അപ്പൊ അവിടെ കാണുന്ന ഫോണാസ്. ഇനി നോക്ക്, the delta region has mangrove forest. Coniferous trees forests are found in some parts of Uttarakhand, Sikkim and Arunachal Pradesh. A large part of these forests have been cleared to provide land for agriculture. The delta region has mangrove forest. Delta region എന്തുണ്ട്? Mangrove forest ഉണ്ട്. Coniferous forests are found in some part of Uttarakhand, Sikkim and Arunachal Pradesh. ഇപ്പൊ മാൻഗ്രോവ് ഫോറസ്റ്റ് ഉണ്ട്, അതുപോലെ കോണിഫറസ് ഫോറസ്റ്റും കാണപ്പെടും. നമ്മൾ ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് പഠിച്ചതാണ് അല്ലെ? എന്താണ് ഇതൊക്കെ പഠിച്ചല്ലേ? എന്താ ആൻമരിയെ കോണിഫറസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ? ടെക്സ്റ്റ് ഒന്ന് ബാക്കോട്ട് പോകണം കേട്ടോ. എന്താണ് കോണിഫറസ് ഫോറസ്റ്റ് നോക്ക്. ഈ കോണിഫറസ് ഫോറസ്റ്റ് അരുണാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും സിക്കിമിലും ഒക്കെ കാണാൻ സാധിക്കും. പിന്നെ പറയണേ അവിടെ കാണുന്ന ഫോണാസ് നോക്ക്. The forests are rich in wildlife. There are many national parks and wildlife sanctuaries. അവിടെ ഇതുണ്ട്, നാഷണൽ പാർക്സ് ഉണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്. അവിടെ കാണുന്ന ആനിമൽസ് ഏതൊക്കെയാ? എലഫന്റ്സ്, റിനോസേഴ്സ്, ടൈഗർ, ഡിയർ ആൻഡ് മങ്കി. കൂടാതെ ബംഗാൾ ടൈഗേഴ്സ്, ക്രോക്കഡൈൽസ്, alligators are also found. Variety of fishes such as rohu, katla and hilsa. അപ്പൊ അവിടെ കാണുന്ന മെയിനായ ആനിമൽസ്, അതായത് വൈൽഡ് ഫ്ലോറ ആൻഡ് ഫോണയിൽ പറയുന്നത്, നമ്മൾ പറഞ്ഞു ഫ്ലോറയും ഫോണയും പറഞ്ഞു. അതിൽ ആനിമൽസിന്റെ കാര്യം പറഞ്ഞു. പ്ലാന്റ്സിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആനിമൽസിന്റെ ആണ് പറയുന്നത്. അവിടെ ടൈഗേഴ്സ്, ഡിയർ, മങ്കീസ്, റിനോസേഴ്സ്, എലഫന്റ്സ്, ബംഗാൾ ടൈഗേഴ്സ്, ക്രോക്കഡൈൽസ്, അലിഗേറ്റേഴ്സ്, ഡിഫറെന്റ് ഫിഷസ് സച്ച് ആസ് റോഹു, കാട്ല, ദെൻ ഹിൽസ ഓൾസോ ഫോൺ. ഇതാണ് അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോണ. സാല്, ടീക്ക്, പീപ്പല്, ബാംബു, ദീസ് ആർ ഫ്ലോറ. ദെൻ ഫോണ. നമ്മൾ പറഞ്ഞ എലഫന്റ്സ്, റിനോസേഴ്സ്, ഡിയർ, മങ്കീസ്, ടൈഗേഴ്സ് ഇതൊക്കെ.
അലിഗേറ്റേഴ്സ്. അത് വായിച്ച് തന്നെ പഠിക്കാം. ഓക്കെ, ഇനി നിങ്ങളുടെ വർക്ക് പീപ്പിൾ ആൻഡ് ദർ എക്കണോമിക് ആക്ടിവിറ്റീസ്. അതൊന്ന് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന്. അല്ല, മെയിനായ പോയിന്റ്സ് മാത്രം പറഞ്ഞാൽ ഈ ലെസൺ ഒന്ന് ഇന്ന് തീർക്കണം. അതുകൊണ്ടാണ്. പെട്ടെന്ന് വായിച്ചു നോക്കൂ. പെട്ടെന്ന് ഞാൻ പറയാം, ശ്രദ്ധിക്കേ. Agriculture is the most important occupation of the people. The basin has a number of geographical advantages which favor agriculture. Some of them are as under. അതായത് ഇവിടെയുള്ള ആൾക്കാരുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ആണ്, അല്ലെ? മെയിൻ ജോലി അഗ്രികൾച്ചർ ആണ്. പിന്നെ the basin has a number of geographical advantages. ആ ജോഗ്രഫിക്കൽ അഡ്വാൻറ്റേജസ് അതിൽ വിച്ച് ഫേവർ അഗ്രികൾച്ചർ. അത് കുറെ എണ്ണം താഴെ കൊടുത്തിട്ടുണ്ട്. ആ ജോഗ്രഫിക്കൽ അഡ്വാൻറ്റേജസ് കുറെ എണ്ണം താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത്, the climate is suitable for growing crops throughout the year. suitable climate ആണ് എന്തിനു വേണ്ടി? ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യണം. ഗ്രോയിങ് ക്രോപ്സിന് suitable climate ആണ് എവിടെ? ഈ ഏരിയയില്. പിന്നെന്താ അടുത്തത്? fertile alluvial soil deposited by the rivers coming from the mountains. അതായത് മൗണ്ടെയിൻസ്, പർവ്വതങ്ങളിൽ നിന്ന് വരുന്ന അലൂവിയൽ സോയിൽ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു? അലൂവിയൽ സോയിൽ ഡെപ്പോസിറ്റഡ് ബൈ ദ റിവേഴ്സ് കമ്മിങ് ഫ്രം മൗണ്ടെയിൻസ്. മൗണ്ടെയിൻസിൽ നിന്ന് വരുന്ന നദികളിലൂടെ എന്ത് വരുന്നു? അലൂവിയൽ സോയിൽ വന്നിട്ട് അതിന്റെ ബാങ്ക്സുകളിൽ നിക്ഷേപിക്കുന്നു. 3, perennial rivers provide enough water for irrigation especially during the dry season. അതായത് എപ്പോഴും വെള്ളം, ഇറിഗേഷന് ആവശ്യമായ വെള്ളം ലഭിക്കുന്നു. നദീതീരങ്ങളിലാകുമ്പോൾ എപ്പോഴും വെള്ളം ഉണ്ടാവുമല്ലോ, നദീതീരങ്ങളിൽ വെള്ളം ലഭിക്കുന്നു. Then അടുത്തത്, the flat lowlands make farming easier and also useful for the development of an excellent network of roads and railways. എന്താ പറഞ്ഞേ? ഫ്ലാറ്റ് ലോലാൻഡ്, ഫ്ലാറ്റ് അതായത് താഴ്ന്നു കിടക്കുന്ന, ഫ്ലാറ്റ് ആയി കിടക്കുന്നവിടെ നന്നായി കൃഷി നടത്താൻ പറ്റും. കുന്നിൻ ചെരുവിലുള്ളതിനേക്കാൾ, കുന്നുകളിൽ ചെയ്യുന്നതിനേക്കാളും ഫ്ലാറ്റ് ലാൻഡിലാണ് കൃഷി കൂടുതലായി നടക്കുക. ലാസ്റ്റ് വൺ, അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഇൻ ദിസ് റീജിയൻ ഡിപ്പെൻഡ് ഓൺ അഗ്രികൾച്ചർ. അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി ആണ്. ഒന്നുകൂടെ പറയാം, 4 പോയിന്റ്. ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ്, അതായത് ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് പറയാം. 1, climate is suitable for growing crops throughout the year. Fertile alluvial soil deposited by the rivers coming from the mountains. പിന്നെ provide water for irrigation. പിന്നെ agro based industry. These are the geographical features, geographical advantages of ഇത്രയും മതി. ബാക്കി നിങ്ങളൊന്ന് ആ ലാസ്റ്റ് ലേശം ഉണ്ടെന്ന് നിങ്ങൾ വായിച്ചു നോക്കണേ. ഇനി അതിന്റെ ഇപ്പുറത്തെ പേജ് നമ്പർ 93 അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. കുറച്ചൊരു 2 പാരഗ്രാഫ് ഉണ്ടാവുന്ന മക്കളൊന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസം ഞാൻ ഇതിന്റെ ടൈം ടു ലേൺ തരാം കേട്ടോ. ഇനി ടെക്സ്റ്റ് വായിച്ചു നോക്കുക. ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, ബൈ ബൈ, സി യു.